ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നാരങ്ങ നീരും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മളിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഞാൻ വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കഴുകിയിരുന്നത്. ഇനി നല്ലപോലെ മസാല കൂട്ടിയതിന് ശേഷം നമുക്ക് മിനിമം ഒരു അരമണിക്കൂർ 1-2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് വെക്കാം. നമ്മൾ വറുത്തിട്ടൊന്നുമല്ല കറി വെക്കുന്നത്, ഇതുപോലെ തന്നെ സാധാരണ മസാലയിൽ തന്നെയാണ് കറി വെക്കുന്നത്. പക്ഷേ ഇച്ചിരി പ്രിപ്പറേഷൻ നമുക്ക് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നല്ല രുചി ഉള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മസാലയൊക്കെ തേച്ചിട്ട് ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സവോള വേണം. അതൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്താണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റാൻ വെക്കാം. ചീനിച്ചിട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് രുചി. നാടൻ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി മതി, ഒത്തിരി കൂടുതൽ ആവശ്യമില്ല. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മസാല വഴന്ന് വരുമ്പോൾ അതിൻ്റെ ഹാഫ് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് അതിനകത്ത് ആ മസാലയ്ക്കകത്ത് കുറച്ച് നേരം ഒന്ന് 5-10 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ആകാൻ എടുത്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ കുറച്ച് മസാല തയ്യാറാക്കാം. ഞാൻ ചീനിച്ചിട്ട് വെച്ചിട്ട് നമ്മുടെ മസാല സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ സാധാരണ വറുത്തരച്ച കറികൾക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കതിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ മസാലയും തേങ്ങയും കൂടി നല്ലപോലെ ഇപ്പോൾ വറന്ന് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ആണ് എടുക്കുന്നത്. ഇനി ഇത് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവോളയുടെയും തക്കാളിയുടെയും മിക്സിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അരച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ ചിക്കൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് മിക്സി കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഈ മസാലയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒന്ന് കുറച്ചും കൂടി നേരം ഒന്ന് വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തല്ല വേറെ ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കുറേയും കൂടി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് വേവിക്കാനായിട്ട് എടുത്ത് വെക്കാം. നമ്മളൊരു വറുത്തരച്ച കറിയുടെ പ്രിപ്പറേഷനാണ് വെക്കുന്നത്. പക്ഷേ മസാലയും ഇതുമെല്ലാം കൂടി ചേർത്ത് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. പക്ഷേ ഈ രീതിയിൽ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോഴത്തേക്കും നല്ലൊരു രുചിയാണ്. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ വേറെ എന്താ പറയുക പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. പ്രിപ്പറേഷൻ ഡിഫറൻസ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി വറുത്തെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരേ ടൈം തന്നെ തേങ്ങ വറുത്തെടുക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വറുത്ത് വെച്ചിട്ട് നമ്മുടെ മസാല ചൂടായി വരുന്ന സമയത്ത് ഈ വറുത്തിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് നാടൻ ചിക്കൻ കറിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റുണ്ട്. വറുത്തരച്ച് തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ അറിയാമല്ലോ, ആ ഒരു ടേസ്റ്റാണ് ഇത് വന്നിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഞാനിവിടെ ബാക്കി കറികൾ ഇപ്പം ബീൻസും അതുപോലെ ഒരു സാലഡും പിന്നെ പപ്പടവും ഇത്രയാണ് എടുത്തിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ആവശ്യത്തിന് തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ടും
അതുപോലെ തന്നെ മസാലയ്ക്കൊക്കെ ആ തേങ്ങയുടെ രുചിയും വറുത്തരച്ചതിൻ്റെയൊക്കെ വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ചിക്കൻ കറിയാണ്. ഇനിയിപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ടോവിനോ ഒക്കെ പറയുന്ന പോലെ ചിക്കൻ കറി ഒരു പപ്പടവും മാത്രം ഉണ്ടെങ്കിലും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പ്രിപ്പറേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസും ഇപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.